സന്നിധാനത്തെ വിലപിടിപ്പുള്ള വസ്തുക്കളുടെ കണക്കെടുക്കുന്നതിനായി ഹൈക്കോടതി നിയോഗിച്ച ജസ്റ്റിസ് കെ ടി ശങ്കരൻ നാളെ സന്നിധാനത്തെത്തും. സ്ട്രോങ് റൂമിൽ സൂക്ഷിച്ചിരിക്കുന്ന സ്വർണം പരിശോധിക്കും. ആറന്മുളയിലെ സ്ട്രോങ് റൂമും കെ ടി പരിശോധിച്ചേക്കും. ഹൈക്കോടതി ഉത്തരവിന് ശേഷം ആദ്യമായാണ് ജസ്റ്റിസ് കെ ടി ശങ്കരൻ സന്നിധാനത്തെത്തുന്നത്. അതിനിടെ സ്വർണ്ണമോഷണത്തിൽ ശക്തമായ പ്രതിഷേധത്തിനൊരുങ്ങുകയാണ് കോൺഗ്രസും ബി.ജെ.പിയും. ടി വി പ്രസാദാണ് ചേരുന്നത്. വിശദാംശങ്ങളുമായി പ്രസാദ്, നാളത്തെ പരിശോധന അത് എപ്പോഴായിരിക്കും? ഒപ്പം പ്രതിഷേധം കനപ്പിക്കുകയാണ് പ്രതിപക്ഷവും ബി.ജെ.പി. കീർത്തന, റോഷ്നി, ഗുഡ് മോർണിംഗ്. പറഞ്ഞതുപോലെ ഒരു പ്രത്യേക സാഹചര്യത്തിലൂടെയാണ് കടന്നുപോകുന്നത്. ഏറ്റവും നിർണായകമായ ദിവസങ്ങളാണ് ശബരിമല സ്വർണ്ണപ്പാളി വിവാദത്തെ സംബന്ധിച്ച് മുന്നിലുള്ളത്. ഹൈക്കോടതി നിയോഗിച്ച ജസ്റ്റിസ് കെ ടി ശങ്കരൻ നാളെ സന്നിധാനത്ത് എത്തും എന്നാണ് അറിയുന്നത്. 2 ദിവസത്തെ പരിശോധന സന്നിധാനത്ത് ഉണ്ടാകും എന്നാണ് മനസ്സിലാക്കുന്നത്. സന്നിധാനത്ത് കൂടാതെ ആറന്മുളയിലെ സ്ട്രോങ് റൂമിലും, ദേവസ്വത്തിൻ്റെ സ്ട്രോങ് റൂമാണ്, അവിടെയും പരിശോധന നടത്തും. എത്രമാത്രമാണ് അവിടെ സ്വർണ്ണമുള്ളത്, അതേപോലെ സന്നിധാനത്തെ കണക്കെടുക്കും. സന്നിധാനത്തെ കണക്ക് എടുക്കുന്നതോടൊപ്പം തന്നെ ഈ പറയുന്ന വിവാദമുണ്ടായ ദ്വാരപാലക വിഗ്രഹങ്ങളുടെ പാളി ഉൾപ്പെടെയുള്ളവ നേരിട്ട് കണ്ട് ബോധ്യപ്പെടുത്താനുള്ള ശ്രമവും ജസ്റ്റിസ് കെ ടി ശങ്കരന്റെ ഭാഗത്തുനിന്നുണ്ടാകും എന്നാണ് മനസ്സിലാക്കുന്നത്. കാരണം സമ്പൂർണമായ ഒരു പരിശോധനയാണ് ഉദ്ദേശിക്കുന്നത്. ഇനി അങ്ങോട്ടേക്ക് ഒരു കാരണവശാലും ഒരു രീതിയിലുള്ള തട്ടിപ്പും ഇക്കാര്യത്തിൽ നടക്കാൻ സാധ്യതയില്ലാത്ത നിലയിലേക്ക് കർശന ഇടപെടലാണ് ഹൈക്കോടതിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നത്. അതിൻ്റെ ഭാഗമായിട്ട് കൂടിയാണ് ജസ്റ്റിസ് കെ ടി ശങ്കരൻ അവിടെ എത്തുകയും ചെയ്യുന്നത്. എന്തായാലും ഇന്നിപ്പോൾ ദേവസ്വം വിജിലൻസിൻ്റെ അന്തിമ റിപ്പോർട്ട് കൊടുക്കുന്നതോടുകൂടി SIT പ്രത്യേക അന്വേഷണ സംഘം അതിൻ്റെ അന്വേഷണം പൂർണ്ണമായി ഏറ്റെടുക്കും. അതിൻ്റെ ഭാഗമായി കൂടിയാണ് ഇന്നലെ അന്വേഷണ സംഘത്തിൻ്റെ യോഗം. വെങ്കടേഷ്, ക്രൈംബ്രാഞ്ച് ADGP ആണ്, വെങ്കടേഷിൻ്റെ നേതൃത്വത്തിൽ തിരുവനന്തപുരത്ത് ചേർന്നത്. ആ യോഗം പ്രാഥമികമായ കാര്യങ്ങൾ വിലയിരുത്തി എങ്ങനെയായിരിക്കണം ഇനി മുന്നോട്ട് കൊണ്ടുപോകേണ്ടത് എന്ന് നിലവിൽ രൂപീകരിച്ച പ്രത്യേക അന്വേഷണ സംഘത്തിനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട സൗകര്യം എന്ന് പറയുന്നത് ദേവസ്വം വിജിലൻസ് ഏകദേശം എല്ലാ കാര്യങ്ങളും കണ്ടെത്തിയിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ്. ഇനിയിപ്പോൾ വളരെ പെട്ടെന്ന് FIR രജിസ്റ്റർ ചെയ്ത് അന്വേഷിക്കുക എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇനി അതിൽ ആരൊക്കെയാണ് പ്രതികളാകുന്നത് എന്നുള്ളതാണ്. ഉണ്ണികൃഷ്ണൻ പോറ്റിയും അതുപോലെ തന്നെ ദേവസ്വത്തിലെ ചില ഉദ്യോഗസ്ഥരും മാത്രമായിരിക്കില്ല എന്നുള്ളതാണ് വിശ്വസിക്കുന്നത്. ദേവസ്വം ബോർഡിൻ്റെ ഔദ്യോഗികമായ രാഷ്ട്രീയ നേതൃത്വവും അതിലുണ്ടായേക്കും എന്ന സൂചനയുണ്ട്. 2019 ഇപ്പോൾ ആരോപണമുയർന്ന സംഭവം നടന്നിരിക്കുന്നത്. മറ്റ് സമയങ്ങളിൽ ഉണ്ടായ സംഭവങ്ങളും കൃത്യമായി പരിശോധിക്കും. അതിലും ഏതെങ്കിലും രീതിയിലുള്ള കൃത്രിമം ഉണ്ടായിട്ടുണ്ടോ എന്ന പരിശോധന ഉണ്ടാകും. അതോടൊപ്പം തന്നെ കോൺഗ്രസും BJPയും ഈ വിഷയത്തെ രാഷ്ട്രീയമായി പരമാവധി മുതലെടുക്കാനുള്ള ഒരു ശ്രമമാണ് നടത്തുന്നത്. കോൺഗ്രസ് ആയാലും BJP ആയാലും തെരുവിലേക്ക് തന്നെ ഇറങ്ങിക്കഴിഞ്ഞു. ഇന്നലെ നിയമസഭ കൂടി കഴിഞ്ഞതോടുകൂടി കോൺഗ്രസ് മറ്റു തലത്തിൽ അയ്യപ്പ ഭക്തന്മാരെ സംഘടിപ്പിച്ചുകൊണ്ട് വിശ്വാസ സംഗമം നടത്താനാണ് ഉദ്ദേശിക്കുന്നത്. അതിൽ കൂടുതലും അയ്യപ്പ ഭക്തന്മാർ തന്നെ ഉണ്ടാകണം എന്ന നിർദ്ദേശമായിരിക്കും താഴത്തെ ഘടകങ്ങൾക്ക് കോൺഗ്രസ് നേതൃത്വം കൊടുക്കുക. മാത്രമല്ല തമിഴ്നാട്, കർണാടക, ആന്ധ്ര, തെലങ്കാന തുടങ്ങിയ സംസ്ഥാനങ്ങളിലും ഈ വിശ്വാസ സംഗമം സംഘടിപ്പിക്കാനുള്ള ഒരുക്കത്തിലാണ് കോൺഗ്രസ് നീങ്ങുന്നത്. അങ്ങനെയെങ്കിൽ ഒരുപക്ഷെ നേരത്തെ യുവതീ പ്രവേശന സമയത്ത് നമ്മൾ കണ്ടതുപോലെയുള്ള വലിയ പ്രതിഷേധത്തിലേക്ക് കേരളം പോകാനുള്ള സാധ്യതയുണ്ട്. പ്രത്യേകിച്ച് BJP കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം ഈ സമരത്തിൽ പിറകോട്ടായിരുന്നു. വലിയ വിമർശനമായിരുന്നു പാർട്ടിക്കുള്ളിൽ നിന്ന് രാജീവ് ചന്ദ്രശേഖരൻ നേരിട്ടത്. അതായത് ആ സമയത്തുണ്ടായ ഒരു മേൽക്കൈ ഇപ്പോൾ ഉള്ള നേതൃത്വത്തിന് തുടരാൻ കഴിയുന്നില്ല എന്ന വിമർശനം രാജീവ് ചന്ദ്രശേഖരനെതിരെ ഉണ്ടായിരുന്നു. അതോടുകൂടിയാണ് ഇന്നലെ സടകുടഞ്ഞ് എഴുന്നേറ്റ് എല്ലാ കളക്ടറേറ്റിലേക്ക് നടത്തിയ മാർച്ചിൽ സംഘർഷമുണ്ടാകുന്നു. വലിയ അറ്റൻഷൻ പിടിക്കാൻ BJP ശ്രമിക്കുന്നു. എന്തായാലും കോൺഗ്രസിനെയും BJPയെയും സംബന്ധിച്ച് തദ്ദേശ നിയമസഭാ തെരഞ്ഞെടുപ്പിലെ ഏറ്റവും പ്രധാനപ്പെട്ട മുദ്രാവാക്യങ്ങളിലൊന്ന് അത് ശബരിമലയിലെ സ്വർണത്തിന് പകരം ചെമ്പാക്കിയ വിദ്യ എന്ന നിലയിൽ സർക്കാരിനെ പ്രതിക്കൂട്ടിൽ നിർത്താൻ തന്നെയായിരിക്കും. റോഷ്നി, കീർത്തന. ശരി, TV പ്രസാദാണ് വിശദാംശങ്ങൾ നൽകിയത്. കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടതാണ് തെരുവിലേക്ക് പ്രതിഷേധം നീങ്ങുന്ന സാഹചര്യം, വലിയ സംഘർഷമൊക്കെ ഉണ്ടായി. എന്നാൽ ഇനിയുള്ള ദിവസങ്ങളിലും ഇന്നടക്കം ഇനിയുള്ള ദിവസങ്ങളും അത്തരത്തിലുള്ള പ്രതിഷേധത്തിനായിരിക്കും ഈ സ്വർണ്ണ മോഷണത്തിൽ കേരളം സാക്ഷ്യമാവുക.